നിറച്ച് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരു കാര്യമാണല്ലേ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ചെടികളൊക്കെ നല്ല കരുത്തിൽ വളരാനും അതുപോലെ നിറച്ച് പൂക്കളിടാനും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടുവളമാണ് കേട്ടോ എന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതെന്താണ് ആ കൂട്ടുവളം, അത് മാത്രമല്ല അതെങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കണം. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഉണ്ടല്ലോ, ഞാനൊരു കാര്യം പറയാം കേട്ടോ. എന്താ പറയുക, ഞാനിങ്ങനെ പല കമൻറ്റുകളും വായിക്കുമ്പോൾ ഞാനിങ്ങനെ ആ കമൻറ്റുകൾ വായിക്കാറുണ്ട് കേട്ടോ. എന്താണ് കമൻറ്റ് എന്ന് വെച്ചാൽ, അതായത് നമ്മളിങ്ങനെ നല്ല പൂക്കളെയൊക്കെ കാണിച്ചു തരുമ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും കുറേ പേര് പറയാറുണ്ട് നമ്മുടെ വയനാട്ടിലെ കാലാവസ്ഥ നല്ല കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇതുപോലെ നിറച്ച് ഭംഗിയായിട്ട് പൂക്കൾ വിരിയുന്നതെന്ന് പറയാറുണ്ട് കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് എനിക്ക് തോന്നണത് ഭയങ്കര ചൂടാണ് നമ്മുടെ വയനാട്ടിൽ. ഇന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് രാവിലെ നമ്മുടെ ചെടികളെല്ലാം നമ്മൾ ഒരു നേരം നന്നായി നനച്ചു കൊടുക്കും. പക്ഷേ എന്നാൽ തന്നെ ചെടികൾ മുഴുവന് കരിയാൻ പാകത്തിനുള്ള ആ ഒരു ചൂടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ വയനാട്ടിൽ കാലാവസ്ഥയൊക്കെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഒരുപോലെയൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത്ര വലിയ ചൂട് കുറവൊന്നും ഇവിടെയൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ചെടികളുണ്ടല്ലോ, ഇന്നത്തെ ഒരു അവസ്ഥയെ കാണിച്ചു തരാം. രാവിലെ നല്ലോണം നനച്ചു കൊടുത്തു, പക്ഷേ നമ്മുടെ ചെടികൾക്ക് ഇന്നത്തെ ആ ഒരു ചൂട് ബാധിച്ചേക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബോൾസം ചെടി ഉണ്ടല്ലോ, പിന്നെ നമ്മൾ ഒരു നേരം നനച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ബോൾസം ചെടീൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് വല്ലാണ്ട് ഇങ്ങനെ വാടി കരിഞ്ഞ പോലെ നിൽക്കും കേട്ടോ. പക്ഷെ നല്ലോണം വെള്ളം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ചെടി പഴയതുപോലെ നല്ല എനർജി ആയിട്ട് വരികയും ചെയ്യും. പക്ഷേ ഇന്നത്തെ ഒരു ചൂട് കേട്ടോ, അത്രയ്ക്കും ചൂട് കൂടുതലായതുകൊണ്ട് നമ്മുടെ ചെടികളൊക്കെ ഇത് കണ്ടോ, ഇന്ന് എല്ലാം ഇങ്ങനെ വല്ലാതെ അങ്ങോട്ട് വാടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു ചൂട് നമ്മുടെ ചെടികൾക്കുണ്ടല്ലോ, ഈ ഒരു ബോൾസം ചെടിക്ക് ഇതുപോലത്തെ ചൂടുകളൊന്നും അത്രയും അങ്ങോട്ട് താങ്ങാനായിട്ട് പറ്റുന്നില്ലേ. പക്ഷേ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ ബോൾസം ചെടീനെ നമ്മൾ 3 നേരം നനച്ചു കൊടുക്കണം. എന്നാൽ മാത്രമാണ് ആ ചെടി കുറച്ചൊക്കെ ഒരു പകൽ സമയത്ത് കുറച്ചൊരു ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളൂ കേട്ടോ. കണ്ടോ, ഇതൊക്കെ വല്ലാതെ നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂവാണ്, ചെടിയാണ് കേട്ടോ. പക്ഷേ ഇത് കണ്ടോ, ഇതിൻ്റെ ഇലകളെല്ലാം അങ്ങ് കരിഞ്ഞ് ഇത് കണ്ടോ താഴ്ന്ന് വീണു. ഇനിയിപ്പോൾ ഇത് ശരിയായി കിട്ടുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് വൈകുന്നേരം നനച്ചു കൊടുത്ത് ഒന്ന് റെഡി ആക്കണം. ഇവിടുന്ന് ശരിയായി വരുമെന്നാണ് എൻ്റെ ഒരു ധാരണ. കണ്ടോ, ഇതൊക്കെ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഷെയ്ഡിലിരിക്കുന്ന ചെടികളാണ് കേട്ടോ. അവിടെ തന്നെ വെച്ചിട്ട് നമ്മുടെ ചെടികൾ മൊത്തത്തിൽ വല്ലാണ്ട് വാടി നിൽക്കുവാണ് കേട്ടോ. കണ്ടോ ഇതൊക്കെ കണ്ടോ, നമ്മുടെ ബോൾസം ചെടി ശരിക്കും വല്ലാതെ വാടി വീണു പോയി കേട്ടോ. ഇനി ഇത് വെള്ളം കൊടുത്തു കഴിയുമ്പം എല്ലാം നല്ല ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വരും കേട്ടോ. പക്ഷേ ഇന്നത്തെ ആ ഒരു ചൂട് ഏറ്റത് കൊണ്ട് ഞാനിത് വീഡിയോയിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇനിയുണ്ടല്ലോ, നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പോണ ആ ഒരു കൂട്ടുവെള്ളം എന്താണെന്ന് കാണിച്ചു തരാവേ. അത് കൊടുത്തു കഴിയുമ്പം നമ്മുടെ ചെടികൾക്ക് വരുന്ന ഒരു മാറ്റം, നമ്മുടെ ചെടികളിൽ നിറഞ്ഞ് പൂക്കളായിട്ട് നിൽക്കുന്നത്, ഇതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എന്താണ് ആ ഒരു കൂട്ടുവളം എന്ന് കാണാവേ. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ആ ഒരു വളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കൂട്ടുവളമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൂട്ടുവളം നമുക്ക് വളം വിൽക്കുന്ന ഷോപ്പിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. ഈ ഒരു വളമാണ് 18-9-18 കേട്ടോ. അപ്പോൾ ഈ ഒരു വളത്തിൽ അടങ്ങിയിരിക്കുന്നത് അതായത് നൈട്രജൻ, DAP, അതായത് DAP എന്ന് പറഞ്ഞാൽ ഡ്രൈ അമോണിയം ഫോസ്ഫേറ്റ്, അതുപോലെ പൊട്ടാഷ്, ഇത്രയും വളങ്ങളാണ് കേട്ടോ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പം ഞാൻ സാധാരണ രീതിയിൽ ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ചെടികൾക്ക് നമ്മൾ പെട്ടെന്ന് നല്ല രീതിയിൽ തഴച്ച് വളരാനൊക്കെ ആയിട്ട് നമുക്ക് NPK 19 കൊടുക്കാം എന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് ഒരു വട്ടം നമ്മൾ NPK 19 ഒക്കെ കൊടുത്തതിന് ശേഷം ഏകദേശം നമുക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഈ ഒരു 18-9-18 ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്കുണ്ടല്ലോ അതായത് നൈട്രജനും അതായത് ഡൈ അമോണിയം ഫോസ്ഫേറ്റും പൊട്ടാഷും ഇതെല്ലാം ഒന്നിച്ച് അടങ്ങിയ ഒരു വളമായതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടേണ്ട എല്ലാ ഗുണങ്ങളും ഈ ഒരു കൂട്ടുവളത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികൾ പെട്ടെന്ന് പൂക്കാനും വളരാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു വളമാണ് കേട്ടോ. അപ്പോൾ ഇതിന് വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വളം വിൽക്കുന്ന ഷോപ്പിൽ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 22 രൂപ അല്ലെങ്കിൽ ഒരു 25 രൂപയ്ക്കൊക്കെ 1 കിലോ വളം കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഇതിൽ നമ്മുടെ ഈ കറുത്ത ഒരു മണി പോലെ കിടക്കുന്നതാണ് DAP. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ DAP നമ്മുടെ റോസ് ചെടികളൊക്കെ തഴച്ച് വളരാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണല്ലേ. അപ്പോൾ അത് നമ്മൾ DAP മാത്രമായിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് 3 കണ്ടൻറ്റുകൾ അടങ്ങിയത് കൊണ്ട് ഈ ഒരു വളം നമ്മുടെ ചെടികൾ വളരെ നന്നായി വളരാൻ സഹായിക്കുവേ.
അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നുണ്ടല്ലോ, ഏകദേശം നമുക്കൊരു 2 ഗ്രാമോളം എടുത്തിട്ട് നമുക്ക് ഒരു 2-2.5 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. സാധാരണ രീതിയിൽ ഈ വളം ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ചുവടൊന്ന് വകഞ്ഞിട്ട് അതിൻ്റെ ചുവട്ടിൽ കൂടെ ഓരോ ചെടിക്കും കുറച്ച് നമ്മളിങ്ങനെ നല്ലോണം ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയെന്ന്, എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി എന്നാട്ടോ പറയുന്നത്. പക്ഷേ ഞാൻ എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല, നമ്മൾ കുറച്ച് വെള്ളത്തിലൂടെ ലയിപ്പിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീടുണ്ടല്ലോ, ഇത് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് തലേ ദിവസത്തെ നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇവിടെ എടുത്ത് വെച്ചത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം നമ്മളൊരു 2 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ. അത്രയുള്ള നമ്മുടെ ഈ ഒരു 18-9-18 എന്ന വളം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കുണ്ടല്ലോ ഒരു 1-2 ലിറ്റർ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഓവർ ഡോസായിട്ട് നമ്മുടെ ചെടികൾ കരിഞ്ഞു പോകണ്ട. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം ചെടികൾക്ക്. ഇത് കണ്ടോ, നമ്മുടെ ജെറേനിയം ചെടി എന്ത് നല്ല ഭംഗിയായിട്ടാണ് നോക്കി ഇങ്ങനെ പൂത്തലഞ്ഞ് നിൽക്കുന്നത്, കാണുന്നില്ലേ? ഇത് കണ്ടോ, ചെടികളാണെങ്കിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ നല്ല ആരോഗ്യത്തോടു കൂടെ നല്ല കണ്ടോ എന്ത് ഭംഗിയായിട്ടെന്ന് നോക്കി ചെടികളിൽ പൂട്ട് നിൽക്കുന്നത്. അപ്പം ഇതുപോലെയൊക്കെ നമ്മളിങ്ങനെയുണ്ടല്ലോ എല്ലാം ഓരോ കണ്ടൻറ്റുകൾ, അതായത് കൃത്യമായ രീതിയിൽ അടങ്ങിയ കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുമ്പം നമ്മുടെ ചെടികൾ ഇതുപോലെ നിറച്ച് നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരും കേട്ടോ. ഇതുണ്ടല്ലോ നല്ല മെറൂണ് കളറുള്ള ജെറേനിയം ചെടിയാണ്. ചെറിയ ചെടി കണ്ടോ, അതിൽ തന്നെ കണ്ടോ നല്ല ഭംഗിയായിട്ട് പൂക്കളായി നിൽക്കുന്നത്. അങ്ങനെയുണ്ടല്ലോ നമ്മൾ വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2 ലിറ്റർ വെള്ളത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള വളങ്ങളുണ്ടല്ലോ നമ്മുടെ ചെടീൻ്റെ ചുവട് ഭാഗത്തൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം ഇന്ന ചെടിയൊന്നുമില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ ഏതൊക്കെ തരത്തിലുള്ള ചെടികളുണ്ടോ ആ ചെടികൾക്ക് എല്ലാത്തിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം നമ്മളിങ്ങനെ കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കണം. നല്ല ഭംഗിയായിട്ട് തന്നെ ചെടി നല്ല ആരോഗ്യത്തോടു കൂടെ വരികയും ചെയ്യും, പൂക്കളും ഉണ്ടാകും കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഏതൊരു വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോഴും ഉണ്ടല്ലോ, ഇപ്പം ഇതുപോലെ ഇപ്പം നമ്മുടെ ഈ ഒരു ബൊഗൺവില്ലയിൽ ഇപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കളുണ്ട്. അപ്പം ഈ പൂക്കൾ കൊഴിയുന്ന ഒരു സമയം നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ വീണ്ടും നല്ല ഇതുപോലെയുള്ള വളങ്ങൾ കൊടുത്തു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ആ ചെടി വീണ്ടും നല്ല ആരോഗ്യമായിട്ട് വന്നിട്ട് ആ ചെടിയിൽ നിറച്ച് പൂക്കളായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പം അത് ഏത് തരം ചെടി ആയാലും പൂക്കൾ കൊഴിയുന്നതിനനുസരിച്ചിട്ട് വളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും പുതിയ നല്ല ചെടി ആരോഗ്യം വരുമ്പം അതുപോലെ ഓട്ടോമാറ്റിക്കലി പൂവായിട്ട് വരും കേട്ടോ. അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്തു കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. എല്ലാ ചെടീൻ്റെ ചോട്ടിൽ കൂടെ ഉണ്ടല്ലോ ഏകദേശം 1 ഗ്ലാസ്സിനെ കണക്കിനൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് ആ ഒരു മാറ്റം നമ്മുടെ ചെടികളിൽ കാണാൻ പറ്റും. അപ്പം ഞാനീ പറയുന്നുണ്ടല്ലോ, ആരോഗ്യമുള്ള ചെടിയിൽ നമുക്കിത് കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് മനസ്സിലാകില്ല. വളരെ മോശമായി നിൽക്കുന്ന ചെടികളുണ്ടാവില്ല, വളം ഒട്ടും ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ ചെടിയുടെ വളർച്ചയെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകളെല്ലാം ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ അരണ്ടിരിക്കും. പിന്നെ അതുപോലെ ഇങ്ങനെ മഞ്ഞ കളർ, ലീഫുകൾ മുഴുവനും ഇങ്ങനെ മഞ്ഞ കളറായി നിൽക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം വരുമ്പം നമ്മുടെ ചെടികൾക്ക് വളമില്ലയെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള വളപ്രയോഗങ്ങൾ നമ്മൾ ഇതുപോലെയുള്ള ഓരോ വളങ്ങൾ കൊടുത്താൽ മതി. അപ്പം ഞാൻ നമ്മുടെ ചാനലിൽ ഒത്തിരി വളങ്ങൾ കാണിക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളിങ്ങനെ മാറി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല ചെടി നല്ല ആരോഗ്യമായിട്ട് വരും. അപ്പം ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, ആരോഗ്യമുള്ള ചെടിയിലാണ് നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാവുള്ളൂ. ഇനിയുണ്ടല്ലോ, ഞാനെൻ്റെ ആദ്യം കാണിച്ചു തന്നില്ല നമ്മുടെ ബോൾസം ചെടി മുഴുവനും ഇങ്ങനെ വാടി നിൽക്കുമെന്ന്. അപ്പം ഇതുപോലെ ഇങ്ങനെ നല്ല അതികഠിനമായ ചൂടുള്ള സമയത്ത് നമ്മൾ പറ്റുമെങ്കിൽ ജസ്റ്റ് ആ ഉച്ച സമയത്തൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അതെല്ലാവർക്കും നമുക്ക് തന്നെ വെയിലിൻ്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ആരും പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല കേട്ടോ. പറഞ്ഞാൽ ഞാനായാലും ഇറങ്ങാറില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് വൈകുന്നേര സമയത്തും കൂടെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചെടികൾ നമുക്ക് ഇതുപോലെയൊക്കെ നിൽക്കുന്ന ചെടികളെ നമ്മൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഒന്നും കൂടെ ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയാക്കി ചെടികൾ നല്ല ഉഷാറായിട്ട് വരും കേട്ടോ.
നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളേ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല കൂട്ടുവളങ്ങളൊക്കെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ചെടികൾ നല്ല ആരോഗ്യമായിട്ട് വരും കേട്ടോ. അപ്പം ആരോഗ്യമുള്ള ചെടിയിൽ നല്ല ഭംഗിയായിട്ട് കണ്ടോ ഇതുപോലെ നിറഞ്ഞിങ്ങനെ പൂക്കളായിട്ട് വരും. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിറച്ച് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ചു തരുന്നത് നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഒരു റിസൾട്ട് മാത്രമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുന്നത് കേട്ടോ. അപ്പം നല്ല എന്താ പറയുക, എല്ലാവർക്കും അറിയാം നമുക്ക് ഇത്രയും ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം അതിൻ്റെ പുറകിൽ അതുമാതിരിയുള്ളൊരു ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പോൾ അത്രയും പ്രയത്നിച്ചിട്ട് മാത്രമാണ് ഇതുപോലെയൊക്കെ പൂക്കളാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ.